കാലിക്കറ്റ് ചേംബറിന്റെ ആഭിമുഖ്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ എ.പി. ഷൌക്കത്ത് അലിയുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. ട്രാഫിക് പരിഷ്കരണവും ജനങ്ങളുടെ നിയമബോധവും സുരക്ഷയും സംബന്ധിച്ച് വിഷയങ്ങളാണ് ചർച്ചയായത്. കോഴിക്കോട് നഗരത്തിലെ ഗതാഗത സംവിധാനത്തെ കാണുന്നത് പോലീസിന്റെ കണ്ണിലൂടെയല്ല, സ്വന്തം അനുഭവങ്ങളിലൂടെയാണെന്ന് പറഞ്ഞാണ് സിറ്റി പോലീസ് കമ്മീഷണർ എ.പി. ഷൌക്കത്ത് അലി മുഖാമുഖത്തിന് തുടക്കമിട്ടത്. വിദ്യാഭ്യാസമുള്ളവർ പോലും പലവിധ വഞ്ചനാ കേസുകളിൽ ഇരകളാകുകയും ചിലപ്പോൾ പ്രതികളാകുകയും ചെയ്യുന്ന സാഹചര്യം ആശങ്കാജനകമാണെന്ന് കമ്മീഷണർ പറഞ്ഞു. നിയമബോധം വർദ്ധിപ്പിക്കുകയും പൊതുജനങ്ങൾ നിയമത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ സമൂഹത്തിന്റെ പുരോഗതി കൂടുതൽ ശക്തമാക്കാനാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പിന്നെ നമ്മുടെ വിദ്യാർത്ഥികളെയും കുട്ടികളെയും കുടുംബത്തെയും അതെങ്ങനെ ബാധിക്കുന്നു എന്നത് ഡ്രഗ്, നാർക്കോട്ടിക് അതും പല സന്ദർഭങ്ങളിലും നേരിട്ട് കണ്ട് അന്വേഷിക്കുക. പറയുമ്പോൾ ഒരു ഡ്രഗ് കേസായിരുന്നു, പക്ഷെ സംഭവിച്ചാൽ അത് കുടുംബത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല, നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾ പ്രൊഫഷണൽ കോളേജിലൊക്കെ ഒരു കേസിൽ പെട്ടാൽ 3 മുതൽ 6 മാസം വരെ ജയിലിൽ കിടക്കും, വിദ്യാഭ്യാസം തകരും. നഗരത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഗതാഗതക്കുരുക്കാണെന്ന് വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി കമ്മീഷണർ വിശദീകരിച്ചു. പുതുതായി നടപ്പിലാക്കിയ ട്രാഫിക് പരിഷ്കാരങ്ങളെ ചേംബർ അംഗങ്ങൾ അഭിനന്ദിച്ചു. അതേസമയം ലോറി പാർക്കിംഗ് ഉൾപ്പെടെയുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങളും അംഗങ്ങൾ കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ പറഞ്ഞല്ലോ, ഒരു മാജിക് പോലെയാണ് ഇപ്പോൾ ട്രാഫിക് മൂവ്മെന്റ് നടക്കുന്നത്. ഇത്രയധികം വാഹനങ്ങൾ വന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയധികം വാഹനങ്ങൾ, ചെറിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ട്രാഫിക് പാർക്കിംഗ് വേണമെന്നുള്ളത് നഗരത്തിന്റെ ഒരു ഉപയോക്താവ് എനിക്ക് മോശമാണ്. ഞാനിത് അനുഭവിച്ചിട്ട് ഇവിടെ വന്ന് നിർത്താൻ പറ്റാതെ പോയിട്ടുണ്ട്. ചേംബർ പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായി. മുൻ ചേംബർ പ്രസിഡന്റ് കെ. മൊയ്തു കമ്മീഷണറെ ആദരിച്ചു. ട്രാഫിക് സുരക്ഷയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനുകളും ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് മുൻ ചേംബർ പ്രസിഡന്റുമാരായ ടി.പി. അഹമ്മദ് കോയയും ഐപ്പ് തോമസും കമ്മീഷണർക്ക് നിവേദനം സമർപ്പിച്ചു. തുടർന്ന് പുതിയ ചേംബർ അംഗങ്ങൾക്ക് കമ്മീഷണർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ സെക്രട്ടറി ബോബിഷ് കുന്നത്ത്, സുബൈർ കൊളക്കാടൻ, ബാപ്പു ഹാജി, കെ. ദീപക് നായർ, പി.എസ്. സൂരജ്, വത്സല ഗോപിനാഥ്, സുന്ദർരാജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.